പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവും പകലും പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന നിമിഷമാണ് അല്ലേ? വെള്ളിയാഴ്ച രാത്രി, അതായത് വെള്ളിയാഴ്ച രാവിലും അതുപോലെ വെള്ളിയാഴ്ച ദിവസം അസറിന് ശേഷവും നിങ്ങൾ ഈ അത്ഭുതം നിറഞ്ഞ 2 ഇസ്മുകൾ 100 തവണ ചൊല്ലിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹു വിധിച്ചിട്ടുള്ള എന്തെങ്കിലും അപകടങ്ങളുണ്ടെങ്കിൽ പടച്ചോനത് മാറ്റിത്തരും. നിങ്ങൾ ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ നിങ്ങളുടെ ആഗ്രഹങ്ങൾ അള്ളാഹു നടത്തിത്തരും. കടം കൊണ്ട് വലയുന്നവരുണ്ട്, ഒരിക്കലും മക്കളുണ്ടാകൂല എന്ന് വിചാരിച്ചവരുണ്ട്, കല്യാണം നടക്കാത്തവരുണ്ട്, കച്ചവടം തകർന്നവരുണ്ട്, മാനസിക പിരിമുറുക്കത്തിൽപ്പെട്ടവരുണ്ട്. എന്തു ആയിക്കോട്ടെ, ഏത് പ്രശ്നമാണെങ്കിലും ഈ വെള്ളിയാഴ്ച രാവും പകലും ഈ പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ 99 ഇസ്മുകളിൽപ്പെട്ട 2 ഇസ്മുകൾ ചൊല്ലി നിങ്ങൾ അള്ളാഹുവിലേക്കൊന്ന് കൈ ഉയർത്തി നോക്ക്. അതിൻ്റെ അത്ഭുതങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളൊന്ന് ചൊല്ലിയാൽ അള്ളാഹു നമ്മളെ താങ്ങിയെടുക്കും. അത്ഭുതമാണ് ആ ഇസ്മ. ഉൾക്കൊള്ളാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. അള്ളാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു കുട്ടിയുടെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു, വലിയ പ്രയാസത്തിലാണെന്ന് അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ പരിപൂർണ്ണ ശിഫ നൽകട്ടെ. അതുപോലെ മറ്റു പല ബുദ്ധിമുട്ടുകളും, ഡയാലിസിസുമായി ബന്ധപ്പെട്ട് മറ്റു പല പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവർ, കച്ചവട സ്ഥാപനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അങ്ങനെ തുടങ്ങി എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ അതൊക്കെ പടച്ചോൻ മാറ്റിത്തരട്ടെ. അതിനൊക്കെ പറ്റിയ 2 ഇസ്മുകൾ നമുക്കൊന്ന് പഠിക്കണം. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ചയുടെ പകലും ഒക്കെയാണ് കടന്നു വരുന്നത് അല്ലേ? ഈ രാവിലും പകലിലും 2 ഇസ്മുകൾ 100 തവണ ഞാൻ ഈ പറയുന്നത് പോലെ വെറുതെ ചൊല്ലിയിട്ട് കാര്യമല്ല, ഞാൻ ഈ പറയുന്നത് പോലെ നിങ്ങളൊന്ന് ചൊല്ലിയാൽ ഉറപ്പാണ് നടക്കൂല എന്ന് വിചാരിച്ചത് അള്ളാഹു നടത്തും. അവൻ്റെ വിധി അങ്ങനെയാണെങ്കിൽ വിധി അല്ലാഹ് മാറ്റിയിട്ട് കാര്യങ്ങൾ നടത്തിത്തരും. വിധിക്കുന്നവനും അവനാണ്, വിധിയെ മാറ്റുന്നവനും അത് മാറ്റാൻ കഴിവുള്ളവനും അവൻ തന്നെയാണ്, അല്ലാഹു റബ്ബുൽ ആലമീൻ. ഏതായാലും വെള്ളിയാഴ്ച രാവും പകലും ഒക്കെ സ്വലാത്തിനേറെ പ്രത്യേകതയുള്ള നിമിഷങ്ങളാണ് അല്ലേ? എല്ലാവരും ധാരാളം സ്വലാത്ത് അല്ല, അക്കൂട്ടത്തിൽ കഴിയുമെങ്കിൽ ഈ സ്വലാത്ത്, അദദ് സ്വലാത്ത് ഇല്ലേ, ഒരു സ്വലാത്തിന് 6 ലക്ഷത്തോളം പ്രതിഫലമുണ്ട് എന്ന് സ്വാലിഹീങ്ങൾ പഠിപ്പിച്ച സ്വലാത്ത്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാ സ്വലാത്തൻ ദായിമത്തൻ ബിദവാമി മുൽക്കില്ലാ. ഒരിക്കൽ കൂടെ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാ സ്വലാത്തൻ ദായിമത്തൻ ബിദവാമി മുൽക്കില്ലാ. ഈ സ്വലാത്ത് കഴിയുമെങ്കിൽ ഒരു 100 തവണ വെള്ളിയാഴ്ച രാവും പകലും ഒക്കെ ചൊല്ലണം കേട്ടോ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരിട്ട് കാണുന്ന നിമിഷങ്ങൾ, ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാൽ സ്നേഹിക്കപ്പെടുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ഏതായാലും നമുക്കൊന്ന് പഠിക്കാം. സൂറത്തുൽ അറാഫിൻ്റെ 170-ാമത്തെ ആയത്തിൽ അള്ളാഹ് പറയുന്നുണ്ട്, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹ. അള്ളാഹുവിന് മനോഹരമായ നാമങ്ങളുണ്ട്, നിങ്ങൾ അതുകൊണ്ട് അള്ളാഹിനോട് ചോദിക്കണേ. അള്ളാഹ് പറയാം, അള്ളാഹ്ക്ക് മനോഹരമായ നാമങ്ങളുണ്ട്, നിങ്ങൾ അതിലേതുകൊണ്ടും അള്ളാഹിനോട് ചോദിച്ചോ. മുത്തുനബി പറയുന്നുണ്ട്, ഇന്ന ലില്ലാഹി തിസ്അതൻ വ തിസ്ഈന ഇസ്മ. അള്ളാഹുവിന് 99 മനോഹരമായ നാമങ്ങളുണ്ട്. വമൻ ഹഫിളഹ ദഖലൽ ജന്ന. ആരെങ്കിലും ആ 99 നാമവും മനപ്പാഠമാക്കിയാൽ അവർ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൻ്റെ വിശദീകരണം ഞാൻ തരാട്ടോ. അതിൽ ചെറിയൊരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ ഈ 99 നാമങ്ങൾ മനപ്പാടാക്കിയാൽ അവർ സ്വർഗത്തിൽ കടന്നു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഓരോ പേരിനും ഓരോരോ പവിത്രതകളാണ്. ഒരുപാട് പേരുകളുണ്ടല്ലേ, യാ ഫത്താഹ്, യാ റസാഖ് അല്ലേ, യാ വദൂദ്. കുടുംബ ബന്ധത്തിൽ ഐശ്വര്യം ഉണ്ടാകാൻ യാ വദൂദ് ഇല്ലേ, ഭക്ഷണത്തിൽ വിശാലത ഉണ്ടാകാൻ യാ റസാഖ്, കച്ചവടത്തിൽ ബർക്കത്ത് ഉണ്ടാകാൻ യാ ഫത്താഹ്. അങ്ങനെ തുടങ്ങി ഒരുപാട് നാമങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. എന്നാൽ 2 ഇസ്മുകൾ, ഇതിൽ വല്ലാത്ത അത്ഭുതങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് ഉണ്ട്. അള്ളാഹു ഒരു മലക്കിനെ സൃഷ്ടിച്ചു. ആ മലക്കിന് 1000 തലകളുണ്ട്.
മലക്കുകളുടെ രൂപം എന്ന് പറഞ്ഞാൽ തന്നെ അത്ഭുതമാണ് അല്ലേ. 1000 തലകളൊരു മലക്കിനുണ്ടാവും. ഓരോ തലയിലും 1000 മുഖങ്ങളുണ്ടാവും. ഓരോ തലയിലും 1000 മുഖങ്ങൾ. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റൂല, അതിലപ്പുറമാണ്. ഓരോ മുഖത്തിലും 1000 വായ ഉണ്ടാകും. ഓരോ വായയിലും 1000 നാവുകളുണ്ടാവും. അങ്ങനെ വല്ലാത്തൊരു അത്ഭുതം നിറഞ്ഞൊരു മലക്ക്. അങ്ങനെയുള്ളൊരു അത്ഭുത സൃഷ്ടിയെ അള്ളാഹു സൃഷ്ടിക്കുമ്പോൾ ആ മലക്ക് ഇങ്ങനെ അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യണം. ആ മലക്കുകളുടെ പരിപാടി എന്താ? യുസബ്ബിഹൂൻ, അവരിങ്ങനെ അള്ളാഹുവിന് നിരന്തരം തസ്ബീഹ് ചൊല്ലിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ മലക്ക് അള്ളാഹിനോട് ചോദിക്കുന്നുണ്ട്, പടച്ചോനെ, എൻ്റെ 1000 തല കൊണ്ട്, 1000 മുഖങ്ങൾ കൊണ്ട്, 1000 നാവ് കൊണ്ട്, 1000 വായ കൊണ്ട് ഞാൻ ഇത്ര തസ്ബീഹ് നിനക്ക് ചെയ്യുന്നുണ്ടല്ലോ അല്ലാ, എന്നെക്കാൾ കൂടുതൽ നിനക്ക് ഇബാദത്ത് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ റബ്ബേ? എന്നെക്കാൾ ശ്രേഷ്ഠതയുള്ള ആരെങ്കിലും ഉണ്ടോ? അപ്പം അല്ലാഹ് പറയുന്നുണ്ട്, ഉണ്ട്. അത് ഉമ്മത്ത് മുഹമ്മദിയയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്താണ്. അൽഹംദുലില്ലാ പറയണം കേട്ടോ എൻ്റെ പ്രിയപ്പെട്ടവരെ. ഈ ഉമ്മത്തിൽ അല്ലാഹ് നമ്മളെ പെടുത്തിയില്ലേ? അൽഹംദുലില്ലാ, മുത്തിൻ്റെ ഉമ്മത്തിൽ നമ്മളെ പെടുത്തിയില്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ എന്താ അവരുടെ പ്രത്യേകത? അവരെൻ്റെ പേര് മനപ്പാടാക്കിയിട്ട് അത് പതിവാക്കുന്നവരാണ്. അവർ ഈ മലക്കിനേക്കാൾ ശ്രേഷ്ഠതയുള്ളവരാണെന്ന് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ 1000 തലയുള്ള, ആ തലകളിൽ 1000 മുഖമുള്ള, 1000 നാവുള്ള, 1000 വായുള്ള അത്ര വലിയ ഭീമാകാരനായ മലക്കിൻ്റെ തസ്ബീഹിനേക്കാൾ ശ്രേഷ്ഠതയുണ്ട് 99 അസ്മാഉൽ ഹുസ്നയിലെ നാമങ്ങൾ മനപ്പാടാക്കിയിട്ട് അത് പതിവായി ചൊല്ലുന്നവർക്ക് എന്ന് ഈ മലക്കിനോട് അള്ളാഹു പറയാൻ. സുബ്ഹാനക യാ റബ്ബ്. ഞാൻ ചോദിക്കട്ടെ, ആരൊക്കെ മനപ്പാടാക്കിയിട്ടുണ്ട്? ആരൊക്കെ 99 നാമങ്ങൾ മനപ്പാടാക്കിയിട്ടുള്ളവർ ഇല്ലേ? ഉണ്ടാവും. പക്ഷെ അതുകൊണ്ട് ഗുണമില്ല. അതെന്ത് വർത്താന ഉസ്താദ്, ഇപ്പോഴല്ലേ നിങ്ങൾ ഹദീസ് പറഞ്ഞത് ഇത് മനപ്പാടാക്കി കഴിഞ്ഞാൽ സ്വർഗ്ഗമുണ്ട് എന്നൊക്കെ. ഞങ്ങൾ മനപ്പാടാക്കിയപ്പോൾ ഗുണമില്ല എന്ന് പറഞ്ഞാൽ സത്യമായിട്ടും ഗുണമില്ല. എന്ത് വർത്താനാണ്? അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, തഖല്ലഖൂ ബി അഖ്ലാഖില്ല, നിങ്ങളിൽ പടച്ചോൻ്റെ സ്വഭാവം ഉണ്ടാകണം. നിങ്ങളിൽ പടച്ചോൻ്റെ സ്വഭാവം ഉണ്ടാകണം. എന്തീ പടച്ചോൻ്റെ സ്വഭാവം? അത് അള്ളാഹുവിൻ്റെ നാമങ്ങളിലുണ്ട്. അള്ളാഹിൻ്റെ നാമങ്ങളിലുണ്ട് പടച്ചോൻ്റെ സ്വഭാവം എന്താണ്. അപ്പോൾ ഈ ഓരോ നാമങ്ങൾ മൻ ഹഫിളഹ, ആരെങ്കിലും അതിനെ മനപ്പാടാക്കിയാൽ എന്ന് മാത്രമല്ല, ആരെങ്കിലും ആ നാമങ്ങളെ സൂക്ഷിച്ചാൽ. എങ്ങനെ സൂക്ഷിച്ചാൽ? ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരാൾ റഹ്മാൻ എന്ന നാമം അയാൾക്ക് മനപ്പാടുണ്ട്. ഇയാളിൽ റഹ്മാനായ പടച്ചോൻ്റെ ഗുണങ്ങൾ ഉണ്ടാകണം. എങ്കിലേ ആ നാമം മനപ്പാടമാക്കിയതിൻ്റെ ഫലം അയാൾക്ക് ലഭിക്കൂ. പിടികിട്ടിയോ? എന്താ റഹ്മാൻ എന്ന് പറഞ്ഞാൽ? വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്ന അല്ലാഹ്. സുബ്ഹാനല്ലാഹ്. അതായത് നിങ്ങളോട് ദേഷ്യമുള്ളവർക്കും നിങ്ങളോട് സ്നേഹമുള്ളവർക്കും ഒരുപോലെ ഗുണം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? എന്നിട്ട് റഹ്മാൻ എന്ന നാമം നിങ്ങളുടെ മനസ്സിലുണ്ടോ? നിങ്ങൾ രക്ഷപ്പെട്ടു. നിങ്ങൾ അള്ളാൻ്റെ അടിമയായി, നിങ്ങൾ അള്ളാഹ്ക്ക് അത്രമേൽ ഇഷ്ടമുള്ളവരായി, നിങ്ങൾ അള്ളാൻ്റെ സ്വഭാവമുള്ളവരായി, നിങ്ങൾക്കാണ് സ്വർഗം. നിങ്ങൾ സ്വർഗത്തിൽ കടന്നു. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് പറഞ്ഞാൽ മനസ്സിലായോ? അതായത് നിങ്ങൾ അത്രത്തോളം ഇഷ്ടമുണ്ട് ഒരാൾക്ക്, നിങ്ങൾ അത്രത്തോളം വെറുപ്പുണ്ട് ഒരാൾക്ക്. ഈ 2 പേരോടും ഒരുപോലെ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് പറ്റിയാൽ നിങ്ങളാണ് റഹ്മാനിയത്തുള്ള റഹ്മാനായ അള്ളാൻ്റെ അടിമ. അത് നമ്മളെ കൊണ്ട് പറ്റും. അത് പറ്റിയാലേ അസ്മാഉൽ ഹുസ്ന നമുക്ക് ഗുണം ചെയ്യുള്ളൂ. അല്ലെങ്കിൽ കുറേ ഫലങ്ങളുണ്ടാവും. അങ്ങനെ ഫലം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് അള്ളാനെ കിട്ടണ്ടേ അല്ലേ? രക്ഷപ്പെടണ്ടേ? ദുനിയാവിലും ആഖിറത്തിലും സമാധാനം കിട്ടണ്ടേ? അപ്പോൾ അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിലെ ഓരോ നാമങ്ങളുടെയും ഗുണങ്ങൾ തിരിച്ചറിഞ്ഞ് ആ സ്വഭാവം നമ്മിലുണ്ടാകണം. എന്നിട്ടത് മനപ്പാടാക്കി കഴിഞ്ഞാൽ ദഖലൽ ജന്ന, അവർ ദുനിയാവിലും ആഖിറത്തിലും സ്വർഗത്തിൽ അവർ സന്തോഷത്തിൽ ഹാപ്പിയസ്റ്റ് ലൈഫ് ആസ്വദിക്കും. മനസ്സിലായോ? ഞാനെന്നാലും എന്തോരം ഗുണം ചെയ്തിട്ട് അവൾ എന്നോട് മിണ്ടിയില്ലല്ലോ, എന്നെ കണ്ടിട്ട് തിരിഞ്ഞു നോക്കണില്ലല്ലോ. നമ്മളത് നോക്കേണ്ട കാര്യമില്ല. നമ്മൾ ഗുണം ചെയ്തത് അള്ളാഹ്ക്ക് വേണ്ടി. അവൻ തിരിച്ച് ചെയ്താലും ചെയ്തില്ലെങ്കിലും അത് നമ്മുടെ വിഷയം അല്ല. ഇനി ഒരാൾ നമുക്ക് ഗുണം ചെയ്തു, സെറ്റായി, അതും നമ്മൾ കരുതാൻ പാടില്ല. അവൻ ഗുണം ചെയ്താലും ഇനിയിപ്പോൾ ചെയ്തില്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഗുണം ചെയ്തത് അള്ളാഹ്ക്ക് വേണ്ടി. അങ്ങനെ ഓരോ നാമവും നിങ്ങൾ മനപ്പാടമാക്കിയാൽ നിങ്ങൾക്ക് രക്ഷയുണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പോൾ ഈ അസ്മാഉൽ ഹുസ്നയിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള 2 നാമങ്ങൾ, ഒരുപാട് അഭിപ്രായമുണ്ട്. അതിൽപ്പെട്ട ഏറ്റവും പ്രാമുഖ്യം നിറഞ്ഞൊരു അഭിപ്രായം, ഈ 2 നാമങ്ങൾ അത്ഭുതമാണ്. ഏതാണത്? ആദ്യത്തെ നാമങ്ങൾ തന്നെ, യാ റഹ്മാൻ യാ റഹീം. യാ റഹ്മാനു യാ അല്ലാ,
യാ റഹീമു യാ അല്ലാ. ഈ റഹ്മാനിയത്താണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ വേണ്ടത്. അതെന്താ? ഈ റഹ്മാനു യാ അല്ലാ എന്ന് നമ്മൾ വിളിക്കുമ്പോൾ നമ്മളെ തെറി പറഞ്ഞവർക്കും നമുക്ക് ഗുണം ചെയ്തവർക്കും ഒരുപോലെ സഹായം ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റണം. മനസ്സിലായോ? നമ്മളെ ചീത്ത പറഞ്ഞ, കുറ്റം പറഞ്ഞ അമ്മായിയമ്മയോട് തിരിച്ച് സ്നേഹം കാണിക്കാനും നമുക്ക് പറ്റണം. നമ്മളെ സ്നേഹിച്ച അമ്മായിയപ്പനോടും അതുപോലെ സ്നേഹം കാണിക്കാൻ പറ്റണം. രണ്ടുപേരോടും ഒരുപോലെ. മനസ്സിലായി? നിങ്ങളുടെ ഉമ്മാനോട് നിങ്ങൾക്ക് ഭയങ്കര സ്നേഹം, അമ്മായിയമ്മേനോട് വെറുപ്പ് പറ്റൂല. രണ്ടുപേരെയും ഒരുപോലെ. കാരണം നിങ്ങൾ റഹ്മാനായ അള്ളാൻ്റെ അടിമേലെ. അവരെന്ത് വേണമെങ്കിലും കാണിച്ചോട്ടെ, അതെന്നെ ബാധിക്കൂല. അതെൻ്റെ വിഷയമല്ല, അതെൻ്റെ വിഷയമല്ല. അവിടെ കിടന്ന് കാണിക്കട്ടെ, അവിടെ കിടന്ന് കാണിക്കട്ടെ. അതേതൊരു ജീവിതത്തിൽ നമ്മൾ അങ്ങനെ പാലിച്ചു നോക്കിയേ. ഇത് മരുമോളും അമ്മായിമ്മ രണ്ടുപേരും ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ജീവിതത്തിൽ എന്ത് രസമായിരിക്കും. അവർ യാ റഹ്മാനു യാ അല്ലാ എന്ന് വിളിച്ചാൽ പടച്ചോൻ വിളിപ്പുറത്ത് കിട്ടും. നിങ്ങൾക്ക് വിളിപ്പുറത്ത് കിട്ടും. മനസ്സിലായോ? അപ്പോൾ ഈ രണ്ട് നാമങ്ങൾ യാ റഹ്മാനു യാ അല്ലാ, യാ റഹീമു യാ അല്ലാ. മഹാനായ യൂസുഫ് നബഹാനി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ആരെങ്കിലും 5 വഖത്ത് നിസ്കാരത്തിന് ശേഷം യാ റഹ്മാനു യാ അല്ലാ എന്ന് 100 തവണ പറഞ്ഞാൽ അവൻ ദുനിയാവും ആഖിറവും രക്ഷപ്പെടും. ദുനിയാവിലും രക്ഷപ്പെടും, ആഖിറത്തിൽ രക്ഷപ്പെടും. അവൻ പെടൂലാന്നേ, നരകത്തിലേക്ക് വലിച്ചിഴക്കപ്പെടൂല. അവന് സ്വർഗ്ഗമുണ്ട്. ദുനിയാവിൽ അവൻ കടക്കണിയിൽ പെടൂല, മാരക രോഗങ്ങളിൽ പെടൂല, മറ്റുള്ളവൻ്റെ മുമ്പിൽ കൈനീട്ടേണ്ട ഒരു അവസ്ഥ ഉണ്ടാവില്ല. അവൻ രക്ഷപ്പെടും. ഇനി ആരെങ്കിലും യാ റഹീമു യാ അല്ലാ എന്ന് 100 തവണ 5 വഖത്ത് നിസ്കാരത്തിന് ശേഷം അള്ളാഹുവിനെ മനസ്സറിഞ്ഞ് വിളിച്ച് ദുആ ചെയ്താൽ ദുനിയാവിലെയും ആഖിറത്തിലെയും മുഴുവൻ പ്രശ്നങ്ങളും തീരും. ഇവിടെ നിങ്ങൾക്ക് എന്താ പ്രശ്നം? മക്കളില്ലാത്തതാണോ? കല്യാണം നടക്കാത്തതാണോ? പഠനത്തിൽ പുരോഗതി ഇല്ലാത്തതാണോ? മക്കൾ നന്നാകാത്തതാണോ? എന്തു ആയിക്കോട്ടെ, ഈ ദുനിയാവിൽ നിങ്ങൾ എന്തു പ്രശ്നമാണോ അനുഭവിക്കണത്, നാളെ ആഖിറത്തിൽ എന്ത് പ്രശ്നമാണോ നിങ്ങൾ പേടിക്കുന്നത്, ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് കാവൽ ലഭിക്കും. ഇത്രയേ ഉള്ളൂ. 5 വഖത്ത് നിസ്കാര ശേഷം യാ റഹ്മാനു യാ അല്ലാ, യാ റഹീമു യാ അല്ലാ ഓരോന്നും 100 തവണ. ഈ 100 തവണ ചൊല്ലുമ്പോൾ ഈ റഹ്മാനിയത്ത് എന്ന സ്വഭാവം നമ്മളിലുണ്ടാകണം. എങ്കിലേ അത് ഗുണം ചെയ്യൂ. നിങ്ങൾ ഒരുപാട് ക്ലാസ്സുകൾ പല ഉസ്താദന്മാരിൽ നിന്ന് കേട്ടിട്ടുണ്ടാകും. പക്ഷേ ഈ ഇൽമ് അള്ളാഹുവിൻ്റെ ഔലിയാക്കളിലൂടെ കൈമാറി കിട്ടിയത് ഞാൻ നിങ്ങളിലേക്ക് പങ്കുവെക്കാൻ. പലരും ആ ദിക്ർ വെറുതെ അങ്ങ് ചൊല്ലിക്കോ എന്ന് പറഞ്ഞുതരും. ഒരു കാര്യം ഉണ്ടാവില്ല. അള്ളാഹിനെ കിട്ടൂല, റഹ്മാനായ റബ്ബിനെ തിരിച്ചറിയാൻ പറ്റൂല. അതല്ലേ ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് മൂസാ നബിയുടെ ചരിത്രം. അല്ലേ, മൂസാ നബിയുടെ ചരിത്രം എന്താ? ഒരു പെൺകുട്ടിയുടെ ചരിത്രം പലയാവർത്തി പറഞ്ഞിട്ടുള്ളതാണ്. എന്നാലും ബർക്കത്തിന് മൂസാ നബിയുടെ അടുക്കൽ വന്ന സഹോദരി പറയുന്നത് എന്താ? മൂസാ നബിയെ, എനിക്ക് മക്കളില്ല, നിങ്ങൾ ദുആ ചെയ്യണം. മൂസാ നബി അള്ളാഹിനോട് പറയാ, യാ റബ്ബി, ഇവൾക്ക് സന്താനത്തെ കൊടുക്കണേ. അപ്പോൾ അള്ളാഹ് പറയുന്നത് എന്താ? ഇന്നി കതബ്തുഹ അഖീം, ഞാൻ അവളെ സൃഷ്ടിച്ചത് ഒരു വന്ധ്യയായിട്ടാണ്. എൻ്റെ വിധി അങ്ങനെയാണ്, അവൾ പ്രസവിക്കൂല മൂസ, ക്ഷമിക്കാൻ പറയണം. മൂസാ നബി അതുപോലെ തന്നെ പെണ്ണിനോട് പറഞ്ഞു, നീ ക്ഷമിക്കണം മോളെ. അപ്പോൾ ആ സഹോദരി പറഞ്ഞെന്താ? പ്രതീക്ഷ കൈവിട്ടില്ലല്ലോ, നിങ്ങൾ അള്ളാൻ്റെ നബിയല്ലേ, നിങ്ങൾ ദ്വാരക്കുന്നേ. തിരിച്ചുപോയി. ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും ഒക്കെ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു. അങ്ങനെ ഒരു ദിവസം മൂസാ നബി തൻ്റെ അനുചരന്മാരായിട്ട് ഇങ്ങനെ നടന്നു പോകുമ്പോൾ അന്ന് തൻ്റെ അടുക്കൽ വന്ന പെണ്ണ് കുഞ്ഞിനെയും കയ്യിൽ പിടിച്ച് നിൽക്കുകയാണ്. ഒരു കുഞ്ഞിനെയും കയ്യിൽ പിടിച്ച് നിൽക്കുക. ഇതാരുടെ കുട്ടിയാണ്? ഇതെൻ്റെ കുട്ടിയാണ്. റസക്കനില്ല, എൻ്റെ റബ്ബ് തന്ന കുട്ടിയാണ്. നിനക്ക് കുഞ്ഞുണ്ടാവില്ല എന്ന് അള്ള പറഞ്ഞില്ലേ, നീ നുണ പറയാണോ? ഞാൻ എന്തിനു നുണ പറയണം മൂസ, എൻ്റെ റബ്ബ് എനിക്ക് തന്ന കുഞ്ഞാണിത്. മൂസാ നബി അള്ളാഹിനോട് ചോദിക്കുമ്പോൾ അള്ള പറയുന്നുണ്ട്, അതേ മൂസ, ഞാൻ കൊടുത്തതാണ്. പടച്ചോനെ, നീയല്ലേ അവൾ പ്രസവിക്കില്ല എന്ന് പറഞ്ഞത്? സംഗതിയൊക്കെ ശരിയാണ് മൂസ, എൻ്റെ വിധി അങ്ങനെ തന്നെയാണ്. പക്ഷേ അവളെന്നെ വിളിച്ചു മൂസ, യാ റഹ്മാൻ യാ റഹീം, യാ റഹ്മാൻ യാ റഹീം, യാ റഹ്മാൻ യാ റഹീം. എൻ്റെ കരുണയുടെ എല്ലാ അർത്ഥങ്ങളും മേളിക്കുന്ന മനോഹരമായ നാമങ്ങൾ കൊണ്ട് എന്നെ വിളിച്ചപ്പോൾ വിളി കേൾക്കാതിരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല മൂസ. കുഞ്ഞിനെ ഞാനങ്ങ് കൊടുത്തു മൂസ. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കി, വിധിയെപ്പോലും മാറ്റിമറിക്കുന്ന അത്ഭുതം നിറഞ്ഞ നാമങ്ങൾ. ഇന്ന് വെള്ളിയാഴ്ച രാവാണ്. ഇന്ന് രാത്രി മഗ്‌രിബ് ശേഷം ഇശാന് ശേഷമൊക്കെ നിങ്ങളും ചൊല്ലി നോക്ക്. നാളെ വെള്ളിയാഴ്ചയുടെ പകലാണ്. അതുപോലെ പ്രത്യേകിച്ച് അസറിന് ശേഷമുള്ള സമയം ധാരാളം ചൊല്ല്. പിന്നെ ഈ വെള്ളിയാഴ്ച രാവും പകൽ മാത്രമല്ല, എല്ലാ ദിവസവും ഒന്ന് പതിവാക്കി നോക്ക്. ആഗ്രഹം അള്ളാഹു നടത്തിത്തരും. ഉറപ്പാണ്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനം അള്ളാഹു ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അതിലെ ഏറ്റവും വലിയൊരു റഹ്മാനിയത്ത് പ്രകടിപ്പിക്കാൻ പറ്റിയൊരു അവസരമാണ് ഒരു പ്രയാസം അനുഭവിക്കുന്ന ഒരു ഉസ്താദിൻ്റെ. പാവപ്പെട്ട ഒരുപാട് ജീവിത പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരുടെ കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ റിലീഫ് പദ്ധതി താഴെയുണ്ട്.
ഈ നമ്പറിലേക്ക് QR കോഡിലേക്ക് കഴിയുന്നവർക്ക് ഹദിയ ചെയ്യാം. അള്ളാഹുവിൻ്റെ ആ റഹ്മാനിയത്തെന്ന സ്വഭാവം നമ്മളിൽ ഉണ്ടാകട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ എല്ലാവരുടെയും പ്രയാസങ്ങൾ നീക്കി തരുമാറാകട്ടെ. റഹ്മാനായ റബ്ബിനെ ഓർക്കുമ്പോൾ കണ്ണുകൾ നിറയാതിരിക്കുന്നത് എങ്ങനെയാണല്ലേ? അള്ളാഹു നമ്മുടെ ഹദിയയും നമ്മുടെ ജീവിതവും നമ്മുടെ അമാലുകളും എല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ്? വിവാഹം കഴിക്കാത്ത നബി. എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. നബിയുല്ലാഹി ഈസ അലൈഹി സ്വലാത്തു വസ്സലാമാണ്. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ഇന്നത്തെ ചോദ്യം. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആകാശലോകത്തേക്ക് അള്ളാഹു ഉയർത്തിയപ്പോൾ ഈസാ നബിക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? കമൻറ്റ് ചെയ്യുക. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അർഹമുറാഹിമായ തമ്പുരാനെ, ഈ സദസ്സ് നീ സ്വീകരിക്കണയല്ല. ഇതിൻ്റെ മിഥിൽ സവാബ് ആരംഭപ്പൂവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിലേക്ക് എത്തിക്കണയല്ല. അവിടുത്തെ പൊരുത്തം തരണയല്ല, കാവല് തരണയല്ല, തിരുനോട്ടം തരണയല്ല. ഹബീബായ തങ്ങളുടെ കൈപിടിക്കാനുള്ള തൗഫീക്ക് നൽകണയല്ല. ഞങ്ങൾ പഠിച്ച സ്വലാത്തിൻ്റെ, ചൊല്ലിയ അസ്മാഇൻ്റെ, പരിശുദ്ധമായ ഇസ്മുകളുടെ ഒക്കെ ബറക്കത്ത് കൊണ്ട് ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങളെയൊക്കെ മാറ്റണയല്ല. മനസ്സിൽ ഒരുപാട് മുറാദുണ്ട്, ഹാസുലാക്കി തരണയല്ല. സങ്കടങ്ങളുണ്ട്, നീക്കിത്തരണയല്ല. കുടുംബ വിഷയത്തിൽ, കച്ചവട വിഷയത്തിൽ, എന്തെല്ലാം ആയിക്കോട്ടെ, മക്കളുടെ കാര്യത്തിൽ ഒരുപാട് വേദനകളുണ്ട്. ഈ സദസ്സിൽ ഞങ്ങൾ പങ്കെടുക്കുന്നത് ഒരുപാട് വേദനയും കൊണ്ടാണ്. ആ വേദനയൊക്കെ ഞങ്ങൾ ഈ ചൊല്ലുന്ന ഇസ്മിൻ്റെ ബറക്കത്ത് കൊണ്ട്, ഈ സദസ്സിൽ പങ്കെടുത്തതിൻ്റെ ബറക്കത്ത് കൊണ്ട്, നിൻ്റെ കാരുണ്യം കൊണ്ട്, ഞങ്ങൾ ഈ ചെയ്ത പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരിലേക്ക് കൊടുത്ത ഹദിയയുടെ ബറക്കത്ത് കൊണ്ട് അതൊക്കെ നീ നീക്കിത്തരണയല്ല. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവരെയും നീ നിൻ്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സ്വബാഹുൽ ഖൈറോ അഹ്ലുകാരോടൊപ്പം നീ ഒരുമിപ്പിക്കണയല്ല. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.